ഇന്ത്യയിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്ന മെയിൻലി ഒരു 4 ഫോമാറ്റാണുള്ളത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ്, 2 പാർട്ട്ണർഷിപ്പാണ്, 3 LLP, 4 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ബിഗ്ഗർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫണ്ട് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ളത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആ രീതിയിലേക്കും ഫോമാറ്റുകൾ പോകാറുണ്ട്. പക്ഷെ മെയിൻലി ഒരു ചെറിയ ബിസിനസ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഈ 4 ഫോമാറ്റാണുള്ളത്. അപ്പോൾ ഏത് ഫോമാറ്റിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്യണം എന്നുള്ളത് ബിസിനസ് ചെയ്യുന്ന എൻ്റർപ്രണർ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, അവരുടെ ഒരു ഗ്രോത്ത് പ്ലാൻ എന്താണ്, ഗ്രോത്ത് സ്ട്രാറ്റജി എന്താണ്, അങ്ങനെ പല ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്തിരിക്കും. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ പ്രൊപ്രൈറ്റർ ആയിരിക്കും. ബിസിനസ്സിനും ഈ പ്രൊപ്രൈറ്റർഷിപ്പും ആയിട്ട് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇല്ല. ഈ പ്രൊപ്രൈറ്റർ തന്നെയാണ് ബിസിനസ് തന്നെയാണ് പ്രൊപ്രൈറ്റർ. അപ്പോൾ പ്രൊപ്രൈറ്ററുടെ പാൻ കാർഡ് ആയിരിക്കും അവരുടെ എല്ലാ രജിസ്ട്രേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബിസിനസ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പാൻ കാർഡോ വേറെ രജിസ്ട്രേഷനോ ഉണ്ടാവില്ല. അതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ അത് സിംഗിൾ ഓൺഡാണ്, ഒരാൾക്കേ അതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ബാക്കി എല്ലാ ഫോമാറ്റ്സും ഒന്നിൽ കൂടുതൽ ഓണേഴ്സ്, ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഫോർമാറ്റ്സാണ് പാർട്ട്ണർഷിപ്പ്, LLP, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിങ്ങനെയുള്ളത്.